അതെ, എല്ലാവർക്കും ഹലോ. ഹിതേഷ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് തുമ്പാദ് എന്ന സിനിമയെക്കുറിച്ചാണ്. അടിസ്ഥാനപരമായി ഇത് വളരെ അണ്ടർറേറ്റഡ് സിനിമയാണ്. ഇതിന് ഓസ്കാർ ലഭിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ പലതവണ കേട്ടിരിക്കണം. ഇത്രയും മികച്ച ഒരു സിനിമ ഉണ്ടായിരുന്നിട്ടും കുറഞ്ഞ റേറ്റിംഗുകൾ ഉണ്ടായിരുന്നിട്ടും പൊതുജനങ്ങളിൽ നിന്ന് അത്രയും സ്നേഹം ലഭിച്ചു. അത് സ്വീകരിക്കേണ്ടതായിരുന്നു. ഈ സിനിമയ്ക്കായി എനിക്ക് പലതവണ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ, നിങ്ങളുടെ ആവശ്യം പോലെ, എന്റെ ജോലിയും അതുപോലെ. ഒടുവിൽ സമയം പാഴാക്കാതെ നമുക്ക് അതിന്റെ പ്രധാന കഥാഗതിയിലേക്ക് വരാം. കഥ മുഴുവനും 3 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു. അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിനുള്ളിൽ അതിന്റെ ആദ്യ അധ്യായം നമുക്ക് കാണിച്ചു തരുന്നത് 1933 എന്ന സമയത്ത് നടക്കുന്നതാണ്. തുടർന്ന് 1947 ആയിരിക്കും. ഈ കഥയുടെ തുടക്കത്തിൽ അതിന്റെ പ്രധാന കഥാപാത്രം, അതായത് സോഹം ഷാ, ഒരു ദിവസം അദ്ദേഹം മകനോട് പറയുന്നു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർത്തീകരണത്തിന്റെ ഒരു ദേവത ഉണ്ടായിരുന്നു. പൂർത്തീകരണത്തിന്റെ ദേവതയുടെ കൈവശം ധാന്യത്തിന്റെയും സ്വർണത്തിന്റെയും അപാരമായ ശേഖരം ഉണ്ടായിരുന്നു. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് പൂർത്തീകരണത്തിന്റെ ദേവ തന്റെ ഗർഭപാത്രത്തിൽ നിന്ന് 16 കോടി ദേവീദേവന്മാർക്ക് ജന്മം നൽകി. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുട്ടി അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹാസ്റ്റർ എന്നായിരുന്നു. ക്രമേണ കാലം കടന്നു പോകുന്തോറും പൂർത്തീകരണത്തിന്റെ ദേവതയായ സ്വന്തം അമ്മയുടെ സ്വർണം മോഷ്ടിക്കാൻ ഹസ്റ്റർ ശ്രമിച്ചു. അദ്ദേഹം അതിൽ വിജയിച്ചു. പിന്നെ ധാന്യത്തിനടുത്തേക്ക് നീങ്ങി. പക്ഷേ അവിടെയുണ്ടായിരുന്ന മറ്റെല്ലാ ദേവീദേവന്മാരും അവനെ നശിപ്പിക്കുകയും നിരവധി പൊടിപടലങ്ങളായി വിഭജിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അവസാനത്തെ ഒരു അടിയോടെ അയാളുടെ ജീവിതം മുഴുവനും അവസാനിക്കാറായി. എന്നാൽ പൂർത്തീകരണത്തിന്റെ ദേവത അവനെ രക്ഷിക്കുന്നു. എന്നാൽ അവനെ രക്ഷിക്കാൻ പിന്നിൽ പൂർത്തീകരണത്തിന്റെ ദേവത, ഇന്നു മുതൽ ആരും നിങ്ങളെ ആരാധിക്കില്ലെന്നും അതേസമയം നിങ്ങളുടെ പേര് ഒരിക്കലും പുസ്തകങ്ങളിലും പുരാണങ്ങളിലും പരാമർശിക്കില്ലെന്നും ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നു. എന്നാൽ കുറച്ചു കാലം മുമ്പ് സോഹം ഷായുടെ പൂർവികർ, അതായത് വിനായക് റാവു ഹസ്തറിൽ ഒരു ക്ഷേത്രം പണിതു പൂജിക്കാൻ തുടങ്ങി. ദേവന്മാർ ഈ വിഷയത്തിൽ വളരെ ദേഷ്യപ്പെടുകയും അവരുടെ കോപം തുമ്പറിൽ തോരാത്ത മഴയായി മാറുന്നു. പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ ഒരു വരി, ഹസ്തറിന്റെ ശാപം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ലാസ്റ്റ് പറയാം. ഈ കഥയിൽ ഞാൻ കൂടുതൽ പറയാം. ഇവിടെ നിന്നാണ് കഥ മാറുന്നത്. 1913 അവിടെ ജ്യോതി എന്നു പേരുള്ള ഒരു സ്ത്രീയെ കാണിച്ചു തരും. ഇവിടെ ഇത് തുമ്പാടിലെ ഒരു വാടയിലാണ് വരുന്നത്. ഈ വാടയുടെ പേര് സർക്കാരിന്റെ കൊട്ടാരം എന്നാണ്. കാരണം ഇവിടെ ഒരു പണ്ഡിറ്റ് മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് സർക്കാർ എന്നു തന്നെയാണ്. അവൾ എന്നും വന്ന് അയാൾക്ക് ലൈംഗിക ആനന്ദം നൽകുന്നു. ഇതിനു പിന്നിലെ കാരണം സർക്കാർ അവൾക്ക് ഒരു സ്വർണ്ണ നാണയം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ അവളോട് പറയുന്നു, സ്വർണ്ണ നാണയം ലഭ്യമല്ല, അത് അവൾ അധ്വാനിച്ച് നേടണമെന്നും. മറുവശത്ത് രംഗം മാറും. മൂത്ത മകൻ വിനായക് റാവു എന്നും ഇളയ മകൻ സദാശിവ് റാവു എന്നുമാണ് പേര്. എല്ലാ ദിവസവും സർക്കാരിന്റെ വേലിയിൽ ഈ 2 കുട്ടികളും അമ്മ തിരികെ വരുന്നതും കാത്തിരിക്കുമായിരുന്നു. അവൾ എന്നും പോകാറുണ്ടായിരുന്നു. ഇത്തവണ അവൾ വരാൻ കുറച്ച് സമയമെടുക്കുന്നു. അതിനാൽ ഇവിടെ 2 കുട്ടികളും വൃദ്ധയ്ക്ക് ആരാണ് ഭക്ഷണം നൽകുക എന്നതിനെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്നു. ഈ കഥയിൽ ഒരു വൃദ്ധയുണ്ട്. അവരെല്ലാവരും അവരുടെ മുത്തശ്ശി എന്ന് വിളിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഈ മുത്തശ്ശി അവരുടേതല്ല. ഇവൾ ആണ് ലക്കാട് നാനി സർക്കാർ, അതായത് ഹസ്തറിന്റെ മുതുമുത്തശ്ശി. ഈ മുഴുവൻ സമയ സാഹചര്യവും നോക്കുമ്പോൾ വൃദ്ധയുടെ പ്രായം 200 വർഷത്തിലധികമാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവളുടെ ശരീരം മുഴുവൻ അഴുകി, പക്ഷേ അതിന് ഇപ്പോഴും ജീവനുണ്ട്. രാത്രിയിൽ സദാശിവ് അമ്മയോട് ചോദിക്കുന്നു, അമ്മയെ ഇന്ന് എങ്കിലും സ്വർണം കിട്ടിയോ? അപ്പോൾ അമ്മ ദേഷ്യത്തോടെ പറയുന്നു, അവൾക്ക് പണം സമ്പാദിക്കേണ്ടി വരുമെന്ന്, അവളെ അങ്ങനെ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല എന്ന്. അടുത്ത ദിവസം രംഗം മാറുന്നു. അവിടെ സർക്കാർ മരിച്ചുവെന്ന് അവർ അറിയുകയും അദ്ദേഹത്തെ സംസ്കരിച്ച ശേഷം ഇവിടുന്ന് എങ്ങോട്ട് എങ്കിലും മാറണമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം തന്നെ പൂനെയിലേക്ക് പോകുമെന്ന് ജ്യോതി പറഞ്ഞു. മക്കൾ രണ്ടും ആദ്യം എതിർ അഭിപ്രായം പറയുമെങ്കിലും അവസാനം സമ്മതം നൽകുന്നു. എന്നാലും ആ സ്വർണ്ണ നാണയം കിട്ടാത്തതിനാൽ വിനായകൻ ദുഃഖവും ഉണ്ടായിരുന്നു. പണ്ട് ഒരു വലിയ കാര്യമായിരുന്നു പൂനെ എന്ന് കേൾക്കുമ്പോൾ. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പൂനെയിലേക്ക് മാറാൻ പോകുന്നു എന്ന വസ്തുതയിൽ 2 സഹോദരന്മാരും വളരെ ആവേശത്തിലായിരുന്നു. പക്ഷേ അബദ്ധത്തിൽ സദാശിവൻ ഇരിക്കുന്ന മരത്തിന്റെ ശാഖ പൊട്ടുകയും അവിടെ സദാശിവൻ താഴെ വീണ് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അമ്മ അവനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ വിനായക് ചോദിക്കുന്നു, വൃദ്ധയ്ക്ക് വിശക്കുന്നുവെങ്കിൽ താൻ എന്തു ചെയ്യും? അപ്പോൾ അവന്റെ അമ്മ പറയുന്നു, അവനു എന്തെങ്കിലും ഉണ്ടാക്കി തീറ്റ കൊടുക്കൂ എന്ന്. അവൻ കൂടുതൽ നിലവിളിക്കുകയാണെങ്കിൽ അവനോട് പറയൂ, ഉറങ്ങാൻ പോകൂ, മുത്തശ്ശി അല്ലെങ്കിൽ ഹസ്തർ വരും എന്ന്. കുറച്ചു സമയത്തിനുള്ളിൽ മുത്തശ്ശി ഭക്ഷണത്തിനായി കരയാൻ തുടങ്ങുന്നു. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു. വിനായക് റാവു അവൾക്കായി എന്തെങ്കിലും പാചകം ചെയ്യാൻ ശ്രമിക്കുകയാണ്. വീട്ടിൽ കിടക്കുന്ന പെട്ടികൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ധാരാളം മാവ് വായിൽ വീഴുന്നു. അയാൾക്ക് പാചകം ചെയ്യാനറിയാത്തതിനാൽ മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് അയാൾ നേരെ അവളുടെ പിന്നാലെ ചെന്നു. കാരണം മുത്തശ്ശി എന്റെ കയ്യിൽ നിധി ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ അവന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉണ്ടായിരുന്നു. അതിനാൽ അവൻ അത്യാഗ്രഹത്തിന് പിന്നിൽ അവളെ സമീപിക്കുന്നു. അവിടെ വെച്ച് മുത്തശ്ശി പറയുന്നത് സർക്കാരിന്റെ വണ്ടിയിൽ ഒരു നിധി ഉണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ വിനായക് അവളോട് നിധി എവിടെ എന്ന് ചോദിക്കും. പക്ഷേ ആ മുത്തശ്ശി അവനെ ആധിപത്യം സ്ഥാപിക്കും.
അവൾ അവനെ പിടിച്ച് തല്ലാൻ തുടങ്ങി. ഇന്ന് ഞാൻ നിന്റെ മാംസം കഴിക്കും, അതായത് ഇന്ന് ഞാൻ നിന്റെ മാംസം തിന്നു. നിങ്ങൾ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഹസ്തർ വരുമെന്ന പേര് ഓർക്കാൻ വിനായക് കഠിനമായി ശ്രമിക്കുന്നു. ഒടുവിൽ വിനായക് ആ വാക്കുകൾ ഓർക്കുന്നു. ദാദിയുടെ മുറിയിലേക്ക് പോകൂ, അല്ലെങ്കിൽ ഹസ്തർ വരും. ഈ വാക്ക് കേട്ടയുടനെ ആ മുത്തശ്ശി അവിടെ ഉറങ്ങിപ്പോകും. അപ്പോഴേക്കും വിനായകിന്റെ അമ്മയും അവിടെ എത്തിയിട്ടുണ്ടോ? എന്നാൽ സദാശിവൻ എന്ത് സംഭവിച്ചുവെന്ന് വിനായക് അമ്മയോട് ചോദിക്കുന്നു. അവൻ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അവന്റെ അമ്മ പറയുന്നു, അവൻ മരിച്ചു എന്ന്. നമ്മൾ ഇവിടെ നിന്ന് പോകണം. നമ്മൾ ഈ ഗ്രാമം വിട്ടുപോകുന്നു. രാവിലെ ഇരുവരും ഒരു മോട്ടോർ ബോട്ടിൽ സത്താറയിലേക്ക് പോകുന്നു എന്ന്. സർക്കാരിന്റെ വാഗ്ദാനം നമ്മുടേതായിരിക്കണമെന്ന് അവൻ പറയുന്നു. കാരണം നമ്മൾ ഇത്രയും കാലം അവരെ സേവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കണം. കുറഞ്ഞത് അതിന്റെ ഖജനാവെങ്കിലും നമ്മുടേതായിരിക്കണം. അവന്റെ അമ്മയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതിൽ ഒരു മകൻ നഷ്ടപ്പെട്ടു. അവൾ വളരെ ദേഷ്യപ്പെട്ടു. അവൾ പറയുന്നു, ഒരു അത്യാഗ്രഹിയായ വ്യക്തിയായ നിനക്ക് എന്താണ് വേണ്ടത്? ഇത് നിനക്ക് ആവശ്യമുള്ള സ്വർണ്ണ കറൻസിയാണ് അല്ലേ? അത് എടുത്ത് ഇപ്പോൾ മിണ്ടാതിരിക്കുക. എന്നിട്ടും വിനായക് അമ്മയോട് പറയുന്നു, എന്നാൽ നമ്മൾ ആ വൃദ്ധയ്ക്ക് ഭക്ഷണം നൽകാതെ വളരെ കാലം പട്ടിണി കിടക്കുകയാണെങ്കിൽ ആ വൃദ്ധ ഒടുവിൽ നിധി എവിടെയാണെന്ന് നമ്മോട് പറയും എന്ന്. എന്നാൽ ഈ സമയത്ത് അവന്റെ അമ്മ അത്യാഗ്രഹം ഒരു മോശം കാര്യമാണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനുശേഷം തുമ്പാട് ഇലേക്ക് ഒരിക്കലും മടങ്ങി വരില്ലെന്ന് അവൾ മകനോട് സത്യം ചെയ്യിക്കുന്നു. ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുന്നു, അവൻ പറഞ്ഞു. ഇതോടെ ഈ സിനിമയുടെ 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അതിനുശേഷം കഥ പുരോഗമിക്കുന്നു. ടൈം ലൈൻ 15 വർഷത്തിന് ശേഷം 1933 ഇവിടെ വിനായക് റാവു തന്റെ ഗ്രാമമായ തുമ്പാട്ടിലേക്ക് മടങ്ങി വരികയാണ്. കാരണം മുത്തശ്ശി എപ്പോഴും സൂചിപ്പിച്ചിരുന്ന നിധി ലഭിക്കാനുള്ള അത്യാഗ്രഹം ഇന്നുവരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിലേക്ക് ആദ്യം പോയത് അദ്ദേഹം. എന്നാൽ ഇവിടെ എത്തുമ്പോൾ മുത്തശ്ശിയുടെ നെഞ്ചിൽ വളരെ വലിയ വൃക്ഷം വളർന്നത് കാണാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ ആ മുത്തശ്ശി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 15 വർഷം കടന്നുപോയി. പക്ഷേ അതിന്റെ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നു. ദാദി നിധി എവിടെയാണെന്ന് വിനായക് അവളോട് ചോദിക്കുന്നു. അത്യാഗ്രഹം സ്വീകരിക്കില്ലെന്ന് മുത്തശ്ശി അവനോട് പറയുന്നു. എന്നാൽ വിനായക് ദാദിയോട് പറയുന്നു, ഞാൻ ആ നിധി എടുത്തില്ലെങ്കിൽ എന്റെ സ്ഥാനം മറ്റാരെങ്കിലും ഏറ്റെടുക്കും. അതിനാൽ എന്തുകൊണ്ട് നമ്മൾ ആ നിധി പരസ്പരം പങ്കിട്ടുകൂടാ? അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്കിനി നിധി വേണ്ടെന്ന്. എന്റെ ദിവസങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്ക് എനിക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ നീ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. കാരണം എനിക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ല. അതിനാൽ കരാറിന് അവൾക്ക് സമ്മതമാണെന്ന് അവൾ പറയുന്നു. ആ നിധിയിൽ എത്താനുള്ള വഴി നിങ്ങൾ എന്നോട് പറയൂ, ഞാൻ നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കും. അപ്പോൾ അവന്റെ മുത്തശ്ശി അവനോട് പറയുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. കിണറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇറങ്ങിയത് ഞാനായിരുന്നു. അങ്ങനെ ഇതിൽ നിന്ന് വിനായക് നിധി ഒരു കിണറ്റിൽ ഉണ്ടെന്ന് അറിയുന്നു. ഒടുവിൽ 3 മാസത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ വിനായക് റാവു അത് നന്നായി കണ്ടെത്തി അതിൽ പ്രവേശിക്കുന്നു. ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് അവനും അറിയാം. എന്നാൽ അകത്തുനിന്ന് എങ്ങനെ സ്വർണം വേർതിരിച്ചെടുക്കാമെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ അറിയില്ല. അതിനാൽ അവൻ തിരികെ വന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയും മുത്തശ്ശി അവനോട് രഹസ്യം പറയുകയും ഇതോടൊപ്പം വിനായക് റാവു അവിടെ തന്റെ ഡ്യൂട്ടി നിർവഹിക്കുകയും ചെയ്യുന്നു. അവളെ കത്തിച്ചുകൊണ്ട് അവൻ അത് നിറവേറ്റുന്നു. സ്വർണ്ണ നാണയവുമായി വിനായക് റാവു തന്റെ ഗ്രാമത്തിലെത്തുമ്പോൾ ഭാര്യ ഒരു ചെറിയ മാവ് പണി ആരംഭിച്ചതായി അദ്ദേഹം കാണുന്നു. അവിടെ അവൾ ധാന്യം, അതായത് ഗോതമ്പ് അരച്ചെടുത്ത് ഉപജീവനം നടത്തുകയായിരുന്നു. ഈ സമയത്ത് വിനായക് അവളോട് ദേഷ്യപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു രാജ്ഞിയാക്കുമെന്ന് അവളോട് പറയുന്നു. കാരണം ഇപ്പോൾ നമ്മളുടെ തലവര മാറാൻ പോകുന്നു. നമ്മൾക്ക് ധാരാളം പണം ലഭിക്കാൻ പോകുന്നു. അടുത്ത ദിവസം വിനായക് തന്റെ അവസ്ഥ പൂർണ്ണമായും സുഖപ്പെടുത്തിയ ശേഷം അക്കൗണ്ടന്റിന്റെ അടുത്തേക്ക് പോകുന്നു. ഒരിക്കൽ കടബാധ്യതയുണ്ടായിരുന്ന അതേ അക്കൗണ്ടന്റായിരുന്നു ഇത്. 3880 രൂപയാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത്. അതിനാൽ വിനായക് എന്റെ പക്കൽ ഒരു സ്വർണം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നാണയം ആണ്. ഇതിന് എത്ര ചെലവ് വരും? രാഘവ് എന്ന പേരുള്ള അക്കൗണ്ടന്റ്. ഈ കറൻസിയുടെ മൂല്യം ഏകദേശം 100 രൂപയായിരിക്കുമെന്നും ഇതോടൊപ്പം വിനായകന്റെ യഥാർത്ഥ കടമായ 3880 രൂപ അവൻ വീട്ടുകയും 62 രൂപ അധികമായി അവൻ ലഭിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഇതുപോലുള്ള 3 എണ്ണം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഈ രീതിയിൽ ദിവസങ്ങൾ മാറുന്നു. വിനായക് ഇടയ്ക്കിടെ തുമ്പാടിലേക്ക് പോകുകയും അവിടെ നിന്ന് എല്ലായ്പ്പോഴും കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ചിലപ്പോൾ 8-10 മുദ്രകളുണ്ട്, പക്ഷേ ചിലപ്പോൾ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഓരോ തവണയും അക്കൗണ്ടന്റ് അവനോട് ചോദിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇത് മോഷ്ടിച്ച സാധനമാണോ? അതിനാൽ വിനായക് പറയുന്നു, ഇവ എന്റെ പൂർവിക ആഭരണങ്ങളാണ്. എനിക്ക് ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് മോഷ്ടിക്കപ്പെട്ടതല്ല. അങ്ങനെ വിനായകന് നല്ല ഒരു വീടൊക്കെ ആവും. ഒരു ദിവസം രാഘവ് മാർക്കറ്റിൽ പോകുമ്പോൾ സർജന്റ് കൂപ്പർ എന്ന പോലീസുകാരൻ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും താൻ വിനായകൻ ഒരു ഒബിയം കോൺട്രാക്ട് കൊടുത്തിട്ട് ഉണ്ട്, വേണമെങ്കിൽ അത് കാശ് കൊടുത്ത് മേടിച്ചോ എന്ന് പറയുന്നു. ഞാൻ നിങ്ങൾക്കായി ആ ജോലി ചെയ്യുമെന്ന് രാഘവ് പറഞ്ഞു. ഓഫീസ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ചുരുക്കപ്പേരാണ് ഒബിയം. ഇതിനായി രാഘവ് കൂപ്പറിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കൂപ്പറിന് 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ, നിങ്ങളെ വേലിയിൽ നിന്ന് മാറ്റുന്നതുവരെ. അങ്ങനെ രാഘവ് വിനായകന്റെ വീട്ടിലെത്തി അവനോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ പങ്കാളിയാക്കിക്കൂടാ എന്ന് അദ്ദേഹം പറയുന്നു. ഇത് റിസ്ക് വിഭജിക്കും. എനിക്ക് നിങ്ങളുടെ പണം പരിപാലിക്കാൻ കഴിയും, കാരണം നിങ്ങൾക്ക് രണ്ടും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വിനായക് പറഞ്ഞു, ഞാൻ എന്റെ ജോലി നോക്കിക്കോളാം, നീ നിന്റെ ജോലി നോക്കിക്കോളും. ഇത് ചെയ്യുന്നതിലൂടെ ഇനിയും നിരവധി ദിവസങ്ങൾ കടന്നുപോകുന്നു. ഇപ്പോൾ കൂപ്പറുടെ സ്ഥലമാറ്റത്തിന് 7 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ.
അപ്പോൾ രാഘവ് ആലോചിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ വിനായക് റാവുവിനെ ഇവിടെ സത്താറയിൽ തടഞ്ഞുകൂടാ, എന്നിട്ട് ഞാൻ തന്നെ തുമ്പത് ഗ്രാമത്തിൽ പോയി ആ നിധി പുറത്തെടുക്കാൻ ശ്രമിച്ചുകൂടാ. അതു നടപ്പിലാക്കാൻ അദ്ദേഹം തന്റെ ഗ്രാമത്തിൽ നിന്ന് ഒരു വേശ്യയെ 50 രൂപയ്ക്ക് വാങ്ങി വിനായക് റാവുവിന് നൽകുന്നു. എന്നാൽ രാത്രിയിൽ പെൺകുട്ടി 100 രൂപയുടെ അത്യാഗ്രഹത്തിൽ വന്ന് വിനായക് റാവുവിനോട് 2 ദിവസത്തേക്ക് നിങ്ങളെ തടയാൻ രാഘവ് എന്നെ ഇങ്ങോട്ട് അയച്ചുവെന്ന സത്യം മുഴുവൻ പറയുന്നു. ഈ 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തന്നെ തുമ്പാദിൽ പോയി ആ നിധി തേടും എന്ന് അവൾ പറഞ്ഞു. അവിടെ തന്നെ രംഗം തുമ്പാടിലേക്ക് മാറുന്നു. അവിടെ രാഘവ് ഇപ്പോൾ എത്തിച്ചേർന്നു. എന്നാൽ വേഗതയേറിയ ബുദ്ധിമാനായ വിനായക് റാവുവും അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നു. പക്ഷേ അവരെല്ലാവരും അവരുടെ ഭൂപടങ്ങളും രഹസ്യങ്ങളും മറ്റും അവനോട് പറയാൻ തുടങ്ങി. എപ്പോൾ, എന്ത്, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്? വിനായക് ഒരു ചെറിയ പെട്ടിയുമായി കിണറ്റിൽ പ്രവേശിക്കുകയും കുറച്ച് സ്വർണ്ണ നാണയങ്ങളുമായി മടങ്ങുകയും ചെയ്തതായി രാഘവ് കാണുന്നു. ഇതിനർത്ഥം കറൻസികൾ ആ കിണറിനുള്ളിലായിരുന്നു എന്ന് അവൻ മനസ്സിലാവുന്നു. ഇപ്പോൾ വിനായക് അവിടെ നിന്ന് പോയതിനു ശേഷം രാഘവും അതേ കിണറ്റിലേക്ക് ഇറങ്ങുന്നു. ആ കിണറിനുള്ളിൽ ഒരു ആന്തരിക പാതയുണ്ട്, വളരെ ദൂരെ. അവൻ അവിടെ പോകുന്നു, തുടർന്ന് കൂടുതൽ ആഴത്തിൽ പോകുന്നു. അവിടെ ഒരു വലിയ ഇരുമ്പുണ്ട്. പരിശുദ്ധന്റെ തുമ്പിക്കൈ അവൻ കണ്ടു. അതിൽ പൂർണ്ണതയുടെ ദേവതയുണ്ട്. അതിൽ നിന്ന് ഒരു കയർ തൂങ്ങിക്കിടക്കുന്നു, ഒരു വലിയ ആഴത്തിലേക്ക്. വളരെ ധൈര്യത്തോടെ രാഘവ് ആ സ്ഥലത്ത് ഇറങ്ങുന്നു. അവിടെ നോക്കിയതിനു ശേഷം പൂർത്തീകരണത്തിന്റെ ദേവതയുടെ ഗർഭാത്രം നമുക്ക് കാണിക്കുന്നു. അവിടെ ചുവരുകൾ ചുവന്ന നിറത്തിലാണ്. അതേസമയം ആരോ ശ്വസിക്കുന്നത് പോലെ തോന്നുന്നു. അവിടെ ലാർവകളും ഉണ്ട്. അതിപ്പോൾ രാഘവിന്റെ ശരീരത്തിൽ കയറുന്നു. തുടർന്ന് അവന്റെ കണ്ണുകൾ ചെറിയ പാത്രത്തിൽ പതിച്ചു. അതിനാൽ അവൻ അത് തുറക്കുമ്പോൾ അതിനുള്ളിൽ ഒരു മാവ് പാവ കാണുന്നു. ധാന്യത്തിന്റെ സുഗന്ധം ലൈനിങ്ങിൽ എത്തിയാലുടൻ ഒരു രൂപം വന്ന് അവനെ ആക്രമിക്കുന്നു. ഈ സമയം രാഘവിനും കടിയേറ്റിട്ടുണ്ട്. അല്പം കഴിഞ്ഞ് വിനായക് അവിടെ എത്തി തന്റെ മുത്തശ്ശിക്ക് സംഭവിച്ച അതേ അവസ്ഥ ഇപ്പോൾ രാഘവിനും സംഭവിച്ചതായി കാണും. പക്ഷേ പണം ആവശ്യമുള്ളപ്പോൾ രാഘവ് അവനെ സഹായിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വേദനയിൽ അവനെ ഉപേക്ഷിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് അവൻ അയാളെ മോചിപ്പിക്കുന്നത്. ഹസ്തറിന്റെ ശാപം നമുക്ക് ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ അതേ കാര്യം ഇവിടെയും ബാധകമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു അനുഗ്രഹം? ഞാൻ വിശദീകരിക്കാം. അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് ഒരിക്കലും മരണത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഹസ്തറിന്റെ ശാപം അവനുമായി സമ്പർക്കം പുലർത്തുകയോ കടിക്കുകയോ ചെയ്താൽ അവൻ എന്നേക്കുമായി അനശ്വരനാകും എന്നതാണ്. എന്നാൽ അനശ്വരനാകുന്നതിനൊപ്പം അവന്റെ ശരീരം മുഴുവൻ അഴുകുമെന്ന പ്രശ്നവും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും സ്വർണ്ണ കറൻസി എവിടെ, എങ്ങനെ ലഭിക്കുമെന്ന് ആ വ്യക്തിക്ക് അറിയാം. ഇതൊരു അനുഗ്രഹമാണ്. എന്നാൽ അത്തരമൊരു ദുരിതപൂർണമായ ജീവിതം ആർക്കാണ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കാലം പതുക്കെ മുന്നോട്ട് പോകുന്നു. ഇവിടെ നിന്ന് കഥ അതിന്റെ 3-ാം അധ്യായത്തിലെത്തുന്നു. അവിടെ നമ്മൾ 1947 വർഷം ആണ് കാണുന്നത്. അപ്പോഴേക്കും വിനായക് റാവുവിന് 3 മക്കളും ഉണ്ടായിരുന്നു. ഇരട്ടകളായ 2 പെൺകുട്ടികളും ഒരു മൂത്ത മകനും. പാണ്ഡുരംഗ് എന്നാണ് പേര്. പാണ്ഡുരംഗിന് ഒരു കാൽ കൊണ്ട് വൈകല്യമുണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് അവൻ ശരിയായി നടക്കാൻ കഴിയില്ല. എന്നിട്ടും വിനായക് റാവു ഒരു ചെറിയ വർക്ക് സ്റ്റേഷൻ ഉണ്ടാക്കി കിണറ്റിലേക്ക് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് ഒരു ട്രെയിനിങ് സെറ്റപ്പ് ഉണ്ടാക്കിയിരുന്നു. അവനെ ദിവസേന പ്രാക്ടീസ് ചെയ്യിക്കുകയും നമ്പറുകൾ എണ്ണുകയും ചെയ്യുമായിരുന്നു. ഇന്ന് എത്ര കറൻസികൾ എടുത്തു, ഇന്ന് എത്ര സമയം അവൻ പരിധി മറികടന്നു എന്നൊക്കെ നോക്കുമായിരുന്നു. വിനായക് അവനെ തന്നെ പോലെ ആക്കാൻ വേണ്ടി നന്നായി പരിശ്രമിക്കുമായിരുന്നു. അത് ചെയ്യാനുള്ള എല്ലാ ഉടമ്പടികളും അവൻ പാസാക്കി. ഇപ്പോൾ വിനായക് റാവുവിന് പ്രായമായതോടെ അദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിലെ ശക്തി തീർന്നു. ഇടയ്ക്കിടെ ഇറങ്ങുകയും കയറിൽ നിന്ന് കയറുകയും ചെയ്യുന്നതിനാൽ തന്റെ മകനെ അവിടെ കൊണ്ടുപോയി ഈ വിഷയത്തിൽ പരിശീലിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഇതോടെ ഈ 2 പേരും കാറിന്റെ സഹായത്തോടെ നേരിട്ട് തുമ്പാദിലെത്തും. അവിടെ എത്തിയ ശേഷം വിനായക് റാവു തന്റെ മകനെ മാവ് കൊണ്ട് ഒരു പാവ ഉണ്ടാക്കുന്നത് എങ്ങനെ പഠിപ്പിക്കുകയും അതിൽ ഒരു കല്ല് ഇടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാരണം ഹസ്തർ കല്ല് ചോക്കും. ഇത് മോഷ്ടിക്കാൻ കുറച്ച് കൂടുതൽ സമയം നൽകുന്നു. എന്നാൽ ആ മണ്ടൻ പാണ്ഡുരംഗ് ഒരു ചെറിയ മാവ് പാവ കൊണ്ടുവന്നു. അത് പുറത്തെടുത്തയുടൻ ഹസ്ത്ര അവനെ പിന്തുടരുന്നു. എന്നാൽ എങ്ങനെയോ വിനായക് റാവു അവിടെ നിന്ന് മകനെ രക്ഷിക്കാൻ നോക്കുന്നു. എങ്ങനെയോ പാണ്ഡുരംഗ് ഹസ്തറിന്റെ പിന്നിൽ കെട്ട് തുറന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ അവന്റെ പക്കൽ സൂക്ഷിക്കുന്നു. അവൻ മുകളിലേക്ക് വരുമ്പോൾ വിനായക് മകനെ പിടിച്ചു നിർത്തുന്നു. അവൻ മകനെ അടിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് വട്ടാണോ? നമ്മൾ ഇപ്പോ തീർന്നേനെ. മാവ് അവിടേക്ക് കൊണ്ടുപോകാൻ ഞാൻ വിസമ്മതിച്ചപ്പോൾ എന്തിനാണ് നീ അത് എടുത്തത്? അവൻ ക്ഷമിക്കണം അച്ഛാ, അടുത്ത തവണ മുതൽ അത് സംഭവിക്കില്ല എന്ന് പറയും. പാണ്ഡുരംഗ് തന്റെ അമ്മയെ തന്റെ ആദ്യ നാണയം കാണിക്കുമ്പോൾ അത് കണ്ട് ആദ്യത്തെ ആശ്ചര്യത്തിൽ അമ്മ ചോദിക്കുന്നു, നിങ്ങൾ അവിടെ എന്താണ് കണ്ടത്? നിനക്കെങ്ങനെ കിട്ടി ഈ നാണയം എന്നൊക്കെ? പാണ്ഡുരംഗ് അമ്മയോട് പറയുന്നു, ബാബയും ഞാനും ഇതെല്ലാം നോക്കിക്കൊള്ളാം, നിങ്ങൾ ഈ വീട് പരിപാലിച്ചാൽ മതി എന്ന്. ഇതിനർത്ഥം ഇന്നുവരെ ആ കിണറ്റിൽ പോയി ഈ നാണയങ്ങൾ ശേഖരിക്കേണ്ടതെങ്ങനെയെന്ന് വിനായക് റാവുവിനും മകനും മാത്രമേ അറിയൂ എന്നാണ്. ഇപ്പോൾ അത്യാഗ്രഹിയായ പാണ്ഡുരംഗ് പറയുന്നു, നമ്മൾ ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ പണം സമ്പാദിക്കണം. നമ്മൾ അവൻ പാവകൾ ഓരോന്നായി നൽകുന്നതിന് പകരം ഒരേ സമയം ധാരാളം പാവകൾ അവൻ നൽകിയാലോ? അങ്ങനെ ഇത് നൽകിയാൽ അവൻ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരിക്കും. ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾക്ക് ധാരാളം സമയം ലഭിക്കും. അതിനാൽ അവിടെ വിനായക് റാവു ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ ആശയം എനിക്ക് വന്നില്ല എന്ന്.
ഇപ്പോൾ അടുത്ത ദിവസം ഈ പദ്ധതി നടപ്പിലാക്കാൻ അദ്ദേഹം ഭാര്യയെ വിളിക്കുകയും ധാരാളം മാവ് പാക്കറ്റുകൾ കൊണ്ടുപോയി മകനെയും കൂട്ടി തുമ്പാദിലെത്തുകയും കിണറ്റിൽ പോകുന്നതിന് മുമ്പ് മാവ് കൊണ്ട് ഒരു വലിയ വൃത്തം ഉണ്ടാക്കുകയും ചെയ്യുന്നു ആ പെട്ടിക്ക് ചുറ്റും. അകത്ത് എത്തിയ ശേഷം വിനായക് റാവു ഒന്നിനു പകരം 2 പാവകൾ പുറത്തെടുത്തയുടൻ ഒന്നിനു പകരം 2 തരത്തിലുള്ള ഹസ്തർ ഉണ്ടാവുന്നു. പാണ്ഡുരംഗ് മറ്റേ ബാഗിൽ നിന്ന് മറ്റെല്ലാ പാവകളും പുറത്തെടുക്കുമ്പോൾ ഉള്ള അത്രയും ഹസ്തർ രൂപപ്പെടുന്നു. ഇവ കൂടുതൽ വർദ്ധിക്കുന്നു. ഇത് കണ്ട് വിനായക് റാവുവിന്റെ കണ്ണുകൾ സ്തംഭിച്ചു. എന്നാൽ അവയ്ക്ക് ചുറ്റും മാവ് നിറഞ്ഞതിനാൽ ഹസ്തർ ആ വൃത്തത്തിൽ വരാൻ കഴിഞ്ഞില്ല. ഇനി ഞാനിത് ഇവിടെ വിശദീകരിക്കാം. അടിസ്ഥാന കൈമാറ്റം. പൂർത്തീകരണ ദേവതയിൽ നിന്ന്, അതായത് അവന്റെ അമ്മയിൽ നിന്ന് എല്ലാ സ്വർണവും തട്ടിയെടുത്തപ്പോൾ അവൻ ധാന്യം എടുക്കാൻ ഒരുങ്ങിയപ്പോൾ എല്ലാ ദേവന്മാരും അവനെ വിഴുങ്ങി. അതിനാൽ പൂർത്തീകരണത്തിന്റെ ദേവതയുടെ വ്യവസ്ഥ ഇതായിരുന്നു: അവൻ ഒരിക്കലും ധാന്യം തൊടാൻ കഴിയില്ല. നിർമ്മിച്ച വൃത്തത്തിന് അത് കടക്കാൻ കഴിയില്ലെന്നും. എന്നാൽ ഒരു വ്യക്തിക്ക് അവൻ ധാന്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവന് അത് കഴിക്കാൻ പറ്റുമായിരുന്നു. അതായത് ഇത് കാരണം 1000 വർഷങ്ങൾ പട്ടിണി കിടന്ന എല്ലാ ഹസ്തറുകളും ഈ പാവയെ തിന്നാൻ വരുമെന്ന്. എത്ര പാവയുണ്ടോ അത്രേ തന്നെ ഹസ്തറും ഉണ്ടാവും. നിരവധി ഹസ്തർ കണ്ട് പാണ്ഡുരംഗ് അവിടെ പൂർണ്ണമായും അബോധാവസ്ഥയിലാകുന്നു. ഒരു പാവ നിലവിലുണ്ടെങ്കിൽ ഒരു ഹസ്തർ ഇപ്പോഴും നിലവിലുണ്ട്. ഇവിടെ വിനായക് റാവുവിന് സ്വന്തം ജീവൻ ബലി കൊടുക്കുന്നത് അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരേ വലിയ പാവയിൽ നിന്ന് ധാരാളം ചെറിയ പാവകൾ ഉണ്ടാക്കി ശരീരത്തിലുടനീളം കെട്ടുന്നു. അവനെ കണ്ട് മകൻ പാണ്ഡുരംഗും കരഞ്ഞുകൊണ്ട് പറയുന്നു, അച്ഛാ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്നാൽ തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വിനായകന് ഏറ്റവും അനുയോജ്യമായ ആശയം ഇതാണെന്ന് തോന്നി. ഇപ്പോൾ എല്ലാ ഹസ്തറും വിനായകനെ പിന്തുടരുന്നു. അങ്ങനെ അവർ എല്ലാം വന്ന് ആ ധാന്യത്തിൽ വീണു ഇല്ലാതാവുന്നു. ധാന്യത്തിനെ ഒരിക്കലും ഹസ്തർ മറികടക്കാൻ കഴിയില്ല എന്നതായിരുന്നു വ്യവസ്ഥ. അതിനാൽ ധാന്യവൃത്തത്തിന്റെ പുറത്ത് സ്പർശിച്ചാലുടൻ അവരെല്ലാം ഭസ്മം ആവുന്നു. മുഴുവൻ ഹസ്തറുകളും കൊല്ലപ്പെടുമ്പോഴേക്കും പാണ്ഡുരംഗ് ദേവിയുടെ ഗർഭാത്രത്തിൽ നിന്ന് പുറത്തുവന്ന് തന്റെ ജീവൻ രക്ഷിക്കുന്നു. എന്നാൽ അവൻ പുറത്തു വരുമ്പോൾ അവൻ തന്റെ പിതാവ് വിനായക് റാവുവിനെ കാണുന്നു. അവൻ അതേ വിധി നേരിട്ടു. ദാദിക്കും രാഘവനും സംഭവിച്ചത് കണ്ടിരുന്നു. അവിടെ വിനായക് തന്റെ മകന് ഒരു കെട്ട് സ്വർണ്ണ നാണയങ്ങൾ നൽകി പറഞ്ഞു, ഇത് എടുക്കുക, ഇതല്ലേ നിനക്ക് വേണ്ടത്, അതുകൊണ്ടല്ലേ നീ ഇവിടെ വന്നത്, അത് എന്നിൽ നിന്ന് എടുക്കൂ. എന്നാൽ പിന്നീട് പാണ്ഡുരംഗിന് അച്ഛൻ പറഞ്ഞു, ഹസ്തറിന്റെ ശാപം നമുക്ക് ഒരു അനുഗ്രഹമാണെന്ന കാര്യം മനസ്സിൽ വരും. എന്നാൽ ആ വരം കാരണം നാം അനശ്വരരാകും. പക്ഷേ ശരീരം മുഴുവൻ അഴുകുമ്പോൾ ആ ജീവിതം എന്തിനാണ്? അതുകൊണ്ടാണ് ഈ സമയത്ത് ആ അത്യാഗ്രഹം, അതായത് ആ സ്വർണ്ണ കറൻസി എടുക്കാതെ അച്ഛന്റെ മോചനത്തിന് അവൻ അയാളെ ചുട്ടുകൊല്ലുന്നു. ഇതോടെ ഈ മാസ്റ്റർപീസ് സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ നിന്ന് അത്യാഗ്രഹം തിന്മയാണെന്ന ധാർമ്മികത നമുക്ക് ലഭിക്കും. അതിനാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നന്ദി. കമന്റ് ചെയ്തുകൊണ്ട് എന്നെ അറിയിക്കുക. ഈ ചാനലിൽ കൂടുതൽ ഗുണനിലവാരമുള്ള ഉള്ളടക്കം കാണണമെങ്കിൽ കമന്റ് വിഭാഗത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമയുടെ പേര് എന്നോട് പറയുക.